ഇല്ലെന്ന് ഞാൻ അറിയില്ല. അത് ഞാനിവിടെ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമാണ്. RJDയും CPIയും ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളത്. ആ മുന്നണി ഒറ്റക്കെട്ടായി എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓരോ മുന്നണി യോഗത്തിലും ഓരോ പാർട്ടിക്കാരും പറഞ്ഞ അഭിപ്രായം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയണോ? അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതൊരു മര്യാദയുള്ള പണിയല്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഇന്ന പാർട്ടികൾ ഇന്ന അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് കൺവീനർ കൊണ്ട് പറയിപ്പിച്ചാൽ പിന്നെ മുന്നണിയടി ഉണ്ടാകുക. ഞാൻ പറയില്ല, അത് ഞാൻ ശീലിച്ചൊരു നിലപാടുമല്ലത്. അതുകൊണ്ട് അങ്ങനെ മുന്നണിയിലെ പാർട്ടികൾ വ്യത്യസ്ത പാർട്ടികളല്ലേ, അവരവരെ അഭിപ്രായം പറയില്ലേ. അഭിപ്രായം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനം എല്ലാവർക്കും ബാധകല്ലേ. അത്രയേ ഉള്ളൂ, അത്രേ ഞങ്ങൾ കണക്കാക്കണ്ടു. ഞാൻ ചോദിക്കട്ടെ, അത് തന്നെയാണ്, അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയാണ്. എന്താ പ്രശ്നം? ഇവിടെ ഈ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി വിളിച്ച ചർച്ചയും പരാജയപ്പെട്ട, കേന്ദ്രത്തിൽ നിന്ന് പരമാവധി സഹായം കിട്ടുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുക. ഇനിയും തുടരാൻ പോവുക. അങ്ങനെയുള്ള ഒരു അർജൻസി വന്നിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ. അതുകൊണ്ട് ആ അർജൻസിയും കൂടിയും പരിഗണിച്ചുകൊണ്ടാണ് ഡൽഹിക്ക് മന്ത്രിയെ കാണാൻ വേണ്ടി പോയത്. അതിന് വേറൊരു വ്യാഖ്യാനം കൊടുക്കുന്നത് ശരിയല്ല. മുൻകൂട്ടി അനുവാദം വാങ്ങാതെ ഞാൻ മുൻകൂട്ടി അനുവാദം വാങ്ങാതെ ഇന്ത്യയിലെ മന്ത്രിമാരെ പോയി കണ്ടയാളാണ്. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഡൽഹി പോയി. അപ്പോൾ അവിടെ നിന്ന് ബന്ധപ്പെട്ട് അപ്പോൾ അനുവാദം വാങ്ങി. അങ്ങനെ മുൻകൂട്ടി വാങ്ങാതെയും മന്ത്രിമാരെ കാണാൻ കഴിയണ്ടേ? അപ്പോൾ ഈ അടിയന്തര സ്വഭാവം, പ്രശ്നത്തിന്റെ അടിയന്തര സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ട് ഈ വിഷയങ്ങൾ കാരണം മന്ത്രി തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കാണ്. ഒരു കുടിശ്ശികയില്ല, ഒരു ആനുകൂല്യങ്ങളും ബാക്കിയില്ല എന്നൊക്കെ പറയാം. എന്നാൽ ഉണ്ട്, അതാണ് കേരളത്തിന്റെ കണക്ക്. ആ കണക്ക് ഗവൺമെന്റ് മുമ്പിൽ പറയണ്ടേ? ആ കണക്ക് ഇന്നതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് മന്ത്രിയുടെ മുമ്പിൽ പറയണ്ടേ? ഇപ്പൊ കണ്ടിട്ടില്ലെങ്കിലും ഇനി അവരെ കാണാൻ വേണ്ടി ശ്രമിക്കാം. മന്ത്രിയെ കാണാൻ വേണ്ടി ഇനിയും ശ്രമം തുടരുകയാണ്. ഇതാണ് ആ കാര്യത്തിലുള്ളത്. ഞാൻ അവസാനിപ്പിക്കല്ലേ? നിയമസഭയിൽ പോകണം. ജില്ലാ കേന്ദ്രീകരിച്ച് ഉരുളാൻ ഓ CM എല്ലാ റാലിയിലും പങ്കെടുക്കും. അതേതാ? അതിൽ ഏതെങ്കിലും തീയതിയിൽ എന്തെങ്കിലും ഡബിളിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കും. മെയ് 14 ഏതാ പരിപാടി? മെയ് 14 തൃശ്ശൂർ. അതെ, കണ്ണൂർ എന്താ പരിപാടി? ഏത്? ഇല്ല, കണ്ണൂർ പരിപാടി 10 എന്നാ അത് തന്നെ സർക്കാരിന്റെ വാർഷിക പരിപാടി തന്നെയാണത് ഞാൻ പറയുന്നത്. സർക്കാരിന്റെ വാർഷിക പരിപാടി കണ്ണൂരിൽ മെയ് 10 പകലാണ്. LDFന്റെ കുറിപ്പാണോ അത്? അവിടെ ക്യാബിനറ്റിന്റെ കുറിപ്പല്ലേ? അതിൽ ഡേറ്റ് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ചില ഡേറ്റുകളിൽ മാറ്റം വരാൻ കാരണം ഇപ്പം മെയ് 30 ഒരു പരിപാടി ഉണ്ടായി. മെയ് 20 അഖിലേന്ത്യാ പണിമുടക്കാണ്. തിരുവനന്തപുരം ആദ്യം ഗവൺമെന്റ് അടിച്ചെന്ന ലിസ്റ്റിൽ മെയ് 20 തിരുവനന്തപുരം. അത് അന്ന് പണിമുടക്കായതുകൊണ്ട് ആ ഡേറ്റ് മാറ്റി. അങ്ങനെ ഇപ്പോൾ തൃശ്ശൂർ പൂരം കൊണ്ട് തൃശ്ശൂരിലെ ഡേറ്റിൽ മാറ്റം വരുത്തേണ്ടി വന്നു. അത് മറ്റ് ജില്ലകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചില തീയതികളിൽ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ തീരുമാനിച്ചത് ഇത് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് കൊടുത്തോ? ഇതാണിപ്പോൾ അവസാനത്തെ പരിപാടി. ഈ പരിപാടിയുടെ അടിസ്ഥാനം ഇതിൻ്റെ ഈ പകൽ ദിവസങ്ങളിലെല്ലാം സർക്കാർ പരിപാടി നടക്കും അതാത് ജില്ലകൾ. അതുകൂടിയാണ് അതും കൂടി വെച്ചിട്ടാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി നിശ്ചയിക്കും. അപ്പോൾ ഇതാണ് ഫൈനൽ. ഇനിയും മാറിക്കൂടാന്നൊന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പം മാറും.